കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പാപയാഗത്തെക്കുറിച്ചാണ് ചിന്തിച്ചത്. ഇന്ന് നമുക്ക് അകൃത്യയാഗത്തെക്കുറിച്ച് ചിന്തിക്കാം. ട്രസ്പാസ് ഓഫറിംഗ്. എബ്രായ ഭാഷയിൽ ആഷാം എന്നാണ് പറയുന്നത്. കുറ്റക്കാരൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി അർപ്പിക്കുന്നതാണ് പാപയാഗം. ഏതെങ്കിലും പ്രത്യേക കുറ്റത്തിന് ചെയ്യുന്ന പ്രായശ്ചിത്തമാണ് അകൃത്യയാഗം. ലേവ്യ പുസ്തകം 5:1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ മന്ദിരത്തിൻ്റെ തൂക്കപ്രകാരം പുരോഹിതൻ മതിക്കുന്ന വിലയുള്ളതും ഊനമില്ലാത്തതുമായ ആട്ടുകൊറ്റനെയാണ് അകൃത്യയാഗമായി അർപ്പിക്കേണ്ടത്. യഹോവയുടെ വിശുദ്ധ വസ്തുക്കളെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ അബദ്ധവശാൽ അതിക്രമം ചെയ്യുക, ന്യായപ്രമാണം വിലക്കിയ അകൃത്യങ്ങൾ അബദ്ധവശാൽ ചെയ്യുക, അയൽക്കാരനെ ചതിക്കുകയോ വഞ്ചിക്കുകയോ ചെയ്യുക, വീണ്ടെടുക്കാത്ത ദാസിയെ ബലാത്സംഗം ചെയ്യുക, ലേവ്യ 19:20 മുതൽ 22 വരെ, നാസീർ വ്രതം മുടക്കുക, സംഖ്യ 6:12. ഇതൊക്കെ നിമിത്തവും കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണത്തിന് വേണ്ടിയും ലേവ്യ 14:12 അകൃത്യയാഗം അർപ്പിക്കേണ്ടതാണ്. യാഗപീഠത്തിൻ്റെ വടക്കുഭാഗത്ത് വെച്ച് യാഗമൃഗത്തെ കൊല്ലും. യാഗപീഠത്തിൽ രക്തം തളിക്കുകയും മേധസ് ദഹിപ്പിക്കുകയും ചെയ്യും. വിശുദ്ധ സ്ഥലത്തു വെച്ച് മാംസം പുരോഹിതന്മാർ ഭക്ഷിക്കും. തോൽ പുരോഹിതനുള്ളതാണ്. വിശുദ്ധ വസ്തുക്കളെയോ അയൽക്കാരൻ്റെ വസ്തുവിനെയോ സംബന്ധിക്കുന്നതാണ് അകൃത്യമെങ്കിൽ അവൻ അതിന് മുതലും അതിനോടുകൂടി 1/5 കൂട്ടി വെള്ളി നാണയമായി കൊടുക്കണം.